ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 20 തുടങ്ങി 23 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പേജിൽ മനസ്സിലാക്കിയത് എന്തായിരുന്നു? തൗബ എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെ സ്ത്രീകളെ അനന്തരമെടുക്കുന്നതിന് അള്ളാഹു വിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾക്കത് ഹലാലല്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ അനന്തര സ്വത്തിൻ്റെ കൂടെ വീതം വെക്കാറുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് ഹലാലല്ല എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭർത്താവിന് ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യനെ ഇദ്ദേഹത്തിന് വേണ്ട, എന്തെങ്കിലും ഒരു താല്പര്യക്കുറവാണ്, ഈ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ഭാര്യനെ കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ ഈ ആദ്യത്തെ ഭാര്യയ്ക്ക് എന്ത് തന്നെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ തന്നെ ധനത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും, ഒരു കൂമ്പാരം തന്നെയെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പം എത്ര അധികം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും നിങ്ങളൊന്നും തന്നെ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയണത്. അള്ളാഹു വിവാഹമോചനം അനുവദനീയമാക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹ്ക്ക് അനുവദിച്ച കാര്യങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമാണ് വിവാഹമോചനം. അപ്പോൾ അത്ര നിസ്സാരമായ കാര്യമല്ല. നമ്മളൊരു ഭാര്യനെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്, അതിന് കുറച്ച് മര്യാദകളും അള്ളാഹു പറയുന്നുണ്ട്. അതാണ് ഇവിടെ അള്ളാഹു പറയണത്. കാരണം മുമ്പ് ജാഹിലിയത്തിൽ ഒരു ഭർത്താവിന് ഒരു ഭാര്യനോട് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നി, പുതിയ ഒരാളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ ആ നിലവിലുള്ള ഭാര്യനോട് ഏറ്റവും മോശമായിട്ട് പെരുമാറും. അയാളുടെ ആ ഇഷ്ടക്കേട് അയാൾ കാണിക്കും. ഇനി വേണമെന്ന് വെച്ചാൽ ഈ സ്ത്രീക്കെതിരെ എന്തെങ്കിലും കള്ള ആരോപണങ്ങളൊക്കെ കെട്ടിച്ചമക്കാനും മടിക്കാറില്ല. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ജാഹിലിയത്തിൽ മാത്രമല്ല, ഇന്നും നടന്നു വരുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം അള്ളാഹു പറയാണ്, ഇവരെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇല്ലാത്ത കള്ളങ്ങളൊന്നും ആരോപിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെന്നെ ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. എന്തിനാണ് അവരെന്നെ ഒഴിഞ്ഞു പോണത്? ഇവർ നൽകിയിട്ടുള്ള സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. മഹർ മാത്രമല്ല, ഇനി എന്ത് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്. ഇവിടെ അള്ളാഹു പറഞ്ഞത് ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും, അപ്പം എത്ര അധികം സ്വത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും, ഇപ്പം അല്ലേ വീട് വാങ്ങിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആളുകൾ ഒരുമിച്ച് എഴുതും, ഭാര്യയുടെ പേരിലും കൂടി എഴുതും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴൊക്കെ ഒരുമിച്ച് എഴുതും. എന്നിട്ട് വിവാഹമോചനം വരുന്ന സമയത്ത് അതൊക്കെ എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ പറ്റൂലെന്ന്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ഭാര്യയ്ക്ക് സമ്മാനമായി കൊടുത്താലും അവരെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അത് മുഴുവൻ തിരിച്ചു കൊടുക്കണം. നമ്മൾ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, എന്താണ് അവർക്ക് സമ്മാനമായി എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിന് കുറേ കണ്ടീഷനുകളൊക്കെ പറഞ്ഞു അല്ലേ. വിവാഹം നടന്നു, എന്നിട്ട് അവര് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ മഹറിന്റെ പകുതി ഈ ഭർത്താവിന് തിരിച്ചെടുക്കാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അല്ല, ഇവർ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമാണ് വിവാഹമോചനം നടക്കണമെങ്കിൽ മഹറിൽ നിന്നും ഒന്നും തന്നെ വാങ്ങിക്കാൻ പാടില്ല. മഹർ മാത്രമല്ല, എന്തൊക്കെ സ്വത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഈ ആയത്ത്. നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا. ഇന്ന് വെച്ചാൽ എങ്കിൽ, തൊട്ട് മുമ്പത്തെ ആയത്തിനോട് ചേർത്താണ് അള്ളാഹു പറയണത് അല്ലേ. ഇൻ അറത്തും, അറാദെന്ന് വെച്ചാൽ എന്താണ്? ഉദ്ദേശിച്ചു. അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ, ഇസ്തിബ്ദാല ബദൽ നമുക്കറിയണ വാക്കാണല്ലേ. ബദൽ എന്ന് വെച്ചാൽ പകരമാക്കാം അല്ലെ. ഇസ്തിബ്ദാല എന്ന് വെച്ചാൽ പകരം സ്വീകരിക്കൽ. സൗജിൻ ഒരു ഇണയെ, സൗജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയാവാ ഭർത്താവോ അല്ലെ. ഇവിടെ അള്ളാഹു പുരുഷന്മാരോടാണ് പറയണത്. അപ്പൊ സൗജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയെ. മക്കാന സൗജിൻ, മക്കാൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലം എന്നർത്ഥം, സ്ഥാനം. അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ, ഇപ്പോൾ ഉള്ള ഭാര്യയുടെ സ്ഥാനത്ത് നിങ്ങൾ പകരം വേറൊരു ഭാര്യയെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചാൽ, മക്കാന സൗജിൻ, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഭാര്യയുടെ സ്ഥാനത്ത് സൗജിൻ വേറൊരു ഇണയെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചാൽ, ആതൈത്തും നിങ്ങൾ കൊടുക്കുകയും ചെയ്തു, ഇഹ്ദാഹുന്ന
അവളിൽ ഒരുവൾക്ക്, അതായത് ഇപ്പോൾ നിലവിലുള്ള ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഖിൻതാറൻ, ഖിൻതാർ എന്ന് വെച്ചാൽ ഒരു കൂമ്പാരം തന്നെ കൊടുക്കുകയും ചെയ്തു. ഫലാ തഖുദു, എന്നാൽ നിങ്ങൾ വാങ്ങിക്കരുത്. മിൻഹു, അതിൽ നിന്നും ഷൈഅ, യാതൊന്നും തന്നെ. ആ ഭാര്യയ്ക്ക് നിങ്ങൾ എന്തൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും യാതൊന്നും തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയണത്. അത്തഖുദൂനഹു, എന്നിട്ട് അള്ളാഹു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണത് വാങ്ങിക്കണത്? ബുഹ്താനൻ, കള്ളാരോപണമായി, വ ഇസ്മൻ, പാപമായും കൊണ്ട്, മുബീന, വ്യക്തമായ. നിങ്ങൾ എന്തെങ്കിലും കള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റമായി കൊണ്ട് പറഞ്ഞുകൊണ്ടോ അവരിൽ നിന്നും നിങ്ങളെ അത് വാങ്ങുകയാണോ ചെയ്യണേന്നാണ് അള്ളാഹു ചോദിക്കണത്. അടുത്ത ആയത്തിൽ ചോദിക്കുകയാണ് അള്ളാഹു, നിങ്ങൾക്ക് എങ്ങനെ അത് വാങ്ങിക്കാൻ പറ്റും? നിങ്ങൾ ഒരുമിച്ച് കൂടി ചേർന്നുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകളല്ലേ? നിങ്ങൾ ഒരു വസ്ത്രം പോലെ അല്ലെ? ഇണകളെ അള്ളാഹു പറഞ്ഞെന്താണ്? പരസ്പരം വസ്ത്രങ്ങളാകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കൂടി ചേർന്ന് ജീവിച്ച ആൾക്കാരല്ലേ? എന്നിട്ട് നിങ്ങൾ അവരെ വേണ്ടാന്ന് വെക്കണത് തന്നെ ശരിയല്ല. പിന്നെ അതിന് തക്കതായ കാരണം ഉണ്ടെങ്കിൽ അള്ളാഹുവോട് അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവരിൽ നിന്നും ഈ സ്വത്തൊക്കെ തിരിച്ചു വാങ്ങിക്കണത്? നിങ്ങളൊരു കാര്യം ഓർക്കണം, എന്താ? നിങ്ങൾ വളരെ ഒരു കനത്ത ഉറപ്പ് നൽകിക്കൊണ്ട്, ഒരു കരാറ് കൊണ്ടാണ് അവരെ സ്വീകരിച്ചത് അല്ലെ? നിക്കാഹ് എന്ന് പറയണത് ഒരു ചെറിയ കാര്യമല്ല. അത് അള്ളാഹുവിൻ്റെ അടുത്ത് അവർ കൊടുക്കണ ഒരു മഹത്തായ ഒരു കരാറാണെന്നാണ് അള്ളാഹുവിടെ ഓർമ്മിപ്പിക്കണത്. വക്കൈഫ, എങ്ങനെ നിങ്ങളത് ചെയ്യും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. തഖുദൂനഹു, നിങ്ങളതിനെ എങ്ങനെ വാങ്ങിക്കും? ആ സ്വത്തുക്കളെ നിങ്ങൾ എങ്ങനെ വാങ്ങിക്കും? വഖദ്, തീർച്ചയായും, അഫ്ലാ എന്ന് വെച്ചാൽ കൂടിച്ചേർന്നു എന്നാണ് അർത്ഥം. ഫലാ എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം തുറന്നിരിക്കുന്ന സ്ഥലം, മുകൾ ഭാഗം ഓപ്പൺ ആയിരിക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഫലാ എന്ന് പറയണത്. ഫിലാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിനെയാണ് ഫിലാ എന്ന് പറയണത്. അപ്പൊ ഇവിടെ അഫ്ലാ എന്ന് പറഞ്ഞ അള്ളാഹു കൂടിച്ചേർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞത് എന്നർത്ഥം. ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു തരത്തിലുള്ള മറയോ രഹസ്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അവർ വളരെ ഒന്നായിക്കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ചേർന്നുകൊണ്ടിരിക്കെ നിങ്ങൾ എങ്ങനെ അത് വാങ്ങിക്കുമെന്ന്. ബാലുക്കും ഇലാ ബാലു, നിങ്ങളിൽ ചിലരിലേക്ക് കൂടി ചേർന്നിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അഖദ്ന, അവർ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. മിങ്കും, അവർ എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ നിങ്ങളിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. എന്ത്? മീസാഖൻ ഖലീല, ഒരു കനത്ത ഒരു ഉറപ്പ്. മീസാഖ് എന്ന് വെച്ചാൽ ഉറപ്പ്, ഖലീല എന്ന് വെച്ചാൽ ഒരു വമ്പിച്ച ഒരു വളരെ ദൃഢമായ ഒരു ഉറപ്പ് നിങ്ങളിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. നിക്കാഹിനെ കുറിച്ചിട്ടാണ് പറയണത്. അങ്ങനെ നിങ്ങൾ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് അവരുമായി കൂടിച്ചേർന്ന് ജീവിച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ അതിന് പറ്റും? അവർക്ക് കൊടുത്ത സാധനമൊക്കെ തിരിച്ചു വാങ്ങിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും എന്നാണ് അള്ളാഹു ചോദിക്കണത്. നിങ്ങളിൽ ഈ അതൃപ്തിയിലെ ഇഷ്ടക്കേട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? വളരെ ഒരുമയോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്നാണ് അള്ളാഹു ചോദിക്കണേ. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവരെ അള്ളാഹുവിൻ്റെ അമാനത്തായി സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു ഭർത്താവ് ഭാര്യനെ അള്ളാഹുവിൻ്റെ അമാനത്തായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വാക്കനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ അവരുമായി കൂടിച്ചേർന്ന് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അമാനത്തിന്റെ അർത്ഥം എന്താണ്? വിശ്വസിച്ച് ഏൽപ്പിച്ച സാധനം എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിരിക്കണതാണ് ഭാര്യനെ. അതാണ് ഇവിടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നൊരു സംഭവം ഈ ആയത്തിനെ ആസ്പദമാക്കിയായിരുന്നു. നമ്മൾ മുമ്പ് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഈ സ്ത്രീകൾ മഹറിൽ ഭയങ്കര വലിയ എമൗണ്ടൊക്കെ പറഞ്ഞപ്പോൾ ഈ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാനായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായ ഒരു അവസരം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു, സ്ത്രീകളുടെ മഹറിൽ അതിര് കവിയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് 400 വെള്ളിപ്പണത്തിലധികം മഹർ കൊടുത്തിട്ടില്ല. ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള മഹർ 400 വെള്ളിപ്പണമാണ്. മഹർ അധികരിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ മഹർ കൊടുക്കുമായിരുന്നു എന്നാണ് പ്രസംഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ ഒരു സ്ത്രീ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെ വിരോധിക്കാൻ താങ്കൾക്ക് പാടില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ ഈ സൂറത്തു നിസായിലെ ഈ 20ാമത്തെ ആയത്താണ് ഓതിയത്. അതിൽ അള്ളാഹു പറഞ്ഞെന്താണ്? ഒരു ഖിൻതാർ എന്നാണ്, നിങ്ങളൊരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? സ്ത്രീക്ക് എത്ര വേണേലും കൊടുക്കാന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവർക്കും ഉമറിനേക്കാൾ അറിവുണ്ട് എന്ന്. കാരണം ഈ സ്ത്രീ ഈ ആയത്ത് ഓതിക്കൊണ്ടാണല്ലോ ഈ പറഞ്ഞത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞ അഭിപ്രായത്തെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മഹറിന്റെ കാര്യം തീരുമാനിക്കാന്ന് പറയുകയും ചെയ്തു. ഇനി അടുത്ത ആയത്ത് പറയണത് മുമ്പ് ജാഹിലിയത്തിൽ നടന്ന ഒരു ദുരാചാരത്തെ കുറിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അതിനെ വിരോധിച്ചുകൊണ്ടാണ് പറയണത്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെ ഭാര്യ മരണപ്പെട്ടാൽ ഇയാളുടെ
വേറെ ഭാര്യമാരിലുള്ള ആൺമക്കള് ഈ ഭാര്യനെ കല്യാണം കഴിക്കാറുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഉമ്മാടെ സ്ഥാനം തന്നെയാണ് അല്ലെ. വാപ്പാന്റെ ഭാര്യ എന്താണ്, വേറൊരു ഭാര്യയിലുണ്ടായ മകനാണെങ്കിലും ഈ ഭാര്യ എന്ന് പറയുന്നത് ഉമ്മാടെ സ്ഥാനമാണ് കാണേണ്ടത്. പക്ഷെ അന്നത്തെ കാലത്ത് അവര് ഈ ഭാര്യമാരെ വിവാഹം കഴിക്കാറുണ്ടായിരുന്നു. ആ ഒരു സമ്പ്രദായത്തെ അള്ളാഹു അവിടെ വിരോധിക്കുകയാണ് ഈ ആയത്തില്. വലാ തങ്കിഹു എന്ന് വെച്ചാൽ നിക്കാഹ് അല്ലെ, നിങ്ങൾ നിക്കാഹ് കഴിക്കരുത്. മാ നക്കഹ ആബാ ഉക്കും, ഇവിടെ മാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊന്ന് അല്ലെങ്കിൽ യാതൊരു വള്ന്ന്. നക്കഹ വിവാഹം ചെയ്തു, ആബാ ഉക്കും നിങ്ങളുടെ പിതാക്കൾ. അപ്പൊ നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്തവരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. മിന്നിസായി സ്ത്രീകളിൽ നിന്നും ഇല്ലാമാ ഖദ് സലഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് വെച്ചാൽ അല്ലാതെ, മാ ഖദ് സലഫ് മുൻപ് കഴിഞ്ഞു പോയതല്ലാതെ. അതായത് ഈ ഒരു ആയത്ത് അവതരിക്കുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹം കഴിച്ചവര് ഇനിയിപ്പോൾ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാനാണ്ട് അവരെ ഒരിക്കലും വിവാഹമോചനം നടത്തണമെന്നല്ല. കാരണം അവരിൽ മക്കളുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു വിവാഹമോചനമൊക്കെ നടത്തിയ ആ കുടുംബം, ആ മക്കളും ഒക്കെ അനാഥരായി പോകും. അപ്പോൾ അള്ളാഹു പറയണത് ഈ ഒരു ആയത്ത് അവതരിക്കണ വരെ നടന്നതൊക്കെ നടന്നു, ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇന്നഹു കാന നിശ്ചയമായും അത് ആകുന്നു ഫാഹിഷതൻ ഒരു നീചവൃത്തിയാകുന്നു, വളരെ മോശപ്പെട്ടൊരു കാര്യമാകുന്നു. മക്കത്തൻ ഏറ്റവും വെറുക്കപ്പെട്ടതും, വസാ അസബീല ഏറ്റവും മോശമായ മാർഗവുമാകുന്നു അത്. അള്ളാഹു 3 വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അത് ഏറ്റവും മോശമായ ഒരു കാര്യമാണെന്ന് കാണിക്കാനായിട്ട്. നിങ്ങളുടെ പിതാക്കൾ വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. ഇതുവരെ നിങ്ങൾ ചെയ്തത് ചെയ്തു, ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് വളരെ മോശവും വെറുക്കപ്പെട്ടതും വളരെ നീചവുമായ ഒരു കാര്യമാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു സൂറത്ത് ഇസ്രായില് 32-ാമത്തെ ആയത്തില് വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു പറഞ്ഞത് അത് ഫാഹിഷത്താണ്, വസാ സബീലാണ്, അതായത് നീചവൃത്തിയാണ്, വളരെ മോശപ്പെട്ട ഒരു മാർഗവുമാണ് അത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അള്ളാഹു 3 വാക്കുകളാണ് അത് മോശമാണെന്ന് കാണിക്കാനായിട്ട് ഉപയോഗിച്ചത്. ഫാഹിഷത്താണ്, അത് നീചവൃത്തിയാണ്, വമക്കത്തൻ ഏറ്റവും വെറുക്കപ്പെട്ടതാണ്, വസാ സബീല ഏറ്റവും മോശമായൊരു മാർഗവുമാണ് അത്. അപ്പോൾ വ്യഭിചാരത്തെക്കാൾ വലുതായിട്ടാണ് അള്ളാഹുവിടെ പറയുന്നത്. അത്ര മോശപ്പെട്ടൊരു കാര്യമാണ് ഇതെന്ന്. ഈ ഒരു ആയത്ത് അവതരിച്ചതിന് ശേഷം ഒരാൾ വീണ്ടും ഇതുപോലെ പിതാവിന്റെ ഭാര്യയെ വിവാഹം കഴിച്ച് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അയാളെ കൊലപ്പെടുത്തുവാനും അയാളുടെ സ്വത്ത് പിടിച്ചെടുക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നാണ്. അങ്ങനെ ചെയ്തവരെ കൊലപ്പെടുത്തണം എന്നാണ് അപ്പോൾ പിന്നീട് ഉണ്ടായ നിയമം. ജാഹിലിയ കാലത്തിൽ പോലും ഈ സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന വിവാഹത്തെ വെറുക്കപ്പെട്ട വിവാഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ആബാ ഉക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിതാക്കൾ എന്ന് മാത്രമല്ല ഇവിടെ അർത്ഥം, വല്യപ്പമാര് പിതാമഹന്മാരും അതിൽ ഉൾപ്പെടുന്നു. അതായത് വല്യപ്പമാരുടെ ഭാര്യമാരെയും നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ലാന്ന്. അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിലൊക്കെ വിവാഹം കഴിക്കണമായിരിക്കില്ലേ, സ്ത്രീകൾക്ക് അധികം വയസ്സൊന്നും ഉണ്ടാവൂല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പിതാക്കളോ പിതാമഹന്മാരോ വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നു. ഇനി അടുത്ത ആയത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ ഹറാമാക്കപ്പെട്ടത് ആരൊക്കെയാന്ന് അള്ളാഹു പറഞ്ഞു തരണം. ഒരു പുരുഷന് വിവാഹം കഴിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയാണ്? ആദ്യം പറഞ്ഞു നിങ്ങളുടെ ഉമ്മമാരെ, സ്വന്തം ഉമ്മമാരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇപ്പം തൊട്ടു മുമ്പ് പറഞ്ഞ പിതാക്കന്മാരുടെ മറ്റു ഭാര്യമാരെയും വിവാഹം കഴിക്കാൻ പാടില്ല. അവർക്കും നിങ്ങൾ ഉമ്മയുടെ സ്ഥാനം തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ഉമ്മമാരെ കഴിക്കാൻ പാടില്ല. നിങ്ങളുടെ മക്കളെ, സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. നിങ്ങളുടെ സഹോദരീനെ കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ അമ്മായിമാര്, വാപ്പാന്റെ സിസ്റ്റേഴ്സ്, അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉമ്മാടെ സിസ്റ്റേഴ്സിനെയും, അതായത് മൂത്തുമ്മ, കുഞ്ഞുമ്മ, അവരെ ഒന്നും കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ സഹോദരന്റെ പുത്രി, ഒരാളുടെ സഹോദരന്റെ മക്കളെയോ അതായത് പെൺകുട്ടികളെയോ അല്ലെങ്കിൽ സഹോദരിയുടെ പെൺകുട്ടികളെയോ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മുല തന്നിട്ടുള്ള, മുലകുടി ബന്ധത്തിലുള്ള നിങ്ങളുടെ ഉമ്മമാരെയോ അല്ലെങ്കിൽ അവരുടെ മക്കളെയോ, ഈ മുലകുടി ബന്ധത്തിൽ ഉള്ള ആ ഉമ്മയുടെ മക്കളും ആരാണ്? ഇയാളുടെ സഹോദരങ്ങളാണ്. അങ്ങനെയുള്ള സഹോദരങ്ങളെയും വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞു നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തു മക്കളെയും, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ചു, അതെന്തോ കാരണത്താൽ വേണ്ടാന്ന് വെച്ചു, പിന്നെ നിങ്ങൾ വിവാഹം കഴിക്കണത് ചിലപ്പോൾ ഒരു കുട്ടിയുള്ള സ്ത്രീയെ ആയിരിക്കും അല്ലേ. അപ്പൊ ആ രണ്ടാമത്തെ ഭാര്യയുടെ ആദ്യത്തെ വിവാഹത്തിലുള്ള മകളുണ്ടല്ലോ, അവരെയും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇയാളുടെ സംരക്ഷണത്തിലായിരിക്കും ആ കുട്ടി വളരുന്നുണ്ടാവുക. ഈ ഭാര്യയുടെ മക്കൾ ഇയാളുടെ മക്കളെ പോലെ തന്നെയാണ്. അപ്പൊ ആ മക്കളെയും നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. അവിടെ ഒരു കണ്ടീഷൻ അള്ളാഹു പറയുന്നുണ്ട്, ഈ ഭാര്യയുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് കല്യാണം കഴിക്കാൻ പാടില്ലാത്തത്. ഇനി നിങ്ങൾ ഈ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവളുടെ മകളെ കല്യാണം കഴിക്കാം. പിന്നെ പറഞ്ഞത് നിങ്ങളുടെ
ആൺമക്കളുടെ ഭാര്യമാരെ, അവിടെ പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ മുതുകിൽ നിന്നും ഉണ്ടായ മക്കളെ, അതായത് സ്വന്തം മക്കളെ. ഒരിക്കലും വളർത്തുപുത്രന്മാർ ഇതിൽ പെടൂല. വളർത്തുപുത്രന്മാരെ സ്വന്തം മക്കളെ പോലെയല്ല ഇസ്ലാം കണക്കാക്കണത്. അത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അള്ളാഹു നമുക്ക് തെളിയിച്ചു തന്നാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ സൈനബിനെ വിവാഹമോചനം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹം കഴിക്കാൻ അള്ളാഹു പറയുന്നുണ്ട്. അതെന്തിന് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാറുള്ള ഒരു കാര്യമാണ്, മകന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്ന്. അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ആ വിവാഹം നടന്നിട്ടുള്ളത്. അതെന്താണ്, ഒരിക്കലും ദത്തുപുത്രന്മാർ സ്വന്തം മക്കളെ പോലെ അല്ല എന്നുള്ളൊരു നിയമമാണ് അള്ളാഹു അവിടെ പഠിപ്പിച്ചു തരണത്. അപ്പൊ ഇവിടെ പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ മുതുകല്ലിൽ നിന്നും ഉണ്ടായ നിങ്ങളുടെ മക്കളുടെ ആൺമക്കളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ 2 സഹോദരിമാരെ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. അതായത് ഒരു വാപ്പാന്റെ തന്നെ 2 മക്കളുണ്ടല്ലോ, 2 പെൺമക്കളെ ഒരേ സമയം കല്യാണം കഴിക്കാൻ പാടില്ല. അതായത് ആദ്യം ഒരു ഭാര്യനെ ഒരു മോളെ കല്യാണം കഴിച്ചു, ആ ഭാര്യ മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാല് ആ ബന്ധം വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ പിന്നീട് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. അല്ലാണ്ട് ഒരേ സമയത്ത് തന്നെ 2 സഹോദരിമാരെയും ഭാര്യമാരാക്കി വെക്കാൻ പാടില്ല. ഈ ഒരു വിഷയം പറയണ സമയത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുൻപ് കഴിഞ്ഞു പോയതൊഴികെ. അപ്പൊ അന്ന് ജാഹിലിയത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, 2 പുത്രിമാരെ ഒരുമിച്ച് കല്യാണം കഴിക്കാറുണ്ടായിരുന്നു, 2 സഹോദരിമാരെ ഒരുമിച്ച്. അത് ഇന്നും ഉണ്ടല്ലേ, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് 2 പേരെ കൂടിയിട്ട് ഒരു ഭർത്താവ് ഉള്ളതൊക്കെ. അപ്പൊ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞത്. അപ്പൊ ഒരു പുരുഷന് വിവാഹബന്ധം നിഷിദ്ധമായത് ആരൊക്കെയാണ്? അപ്പൊ ആയത്ത് നമുക്ക് നോക്കാം. ഹുരിമത്ത്, ഹുരിമ എന്ന് വെച്ചാൽ ഹറാമാക്കിയിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു, ഉമ്മഹാത്തുക്കും നിങ്ങളുടെ ഉമ്മമാരെ, ബനാത്തുക്കും നിങ്ങളുടെ പുത്രിമാരെയും, അഖവാത്തുക്കും നിങ്ങളുടെ സഹോദരിമാര്, അമ്മാത്തിക്കും നിങ്ങളുടെ അമ്മായിമാര്, അതായത് പിതാവിന്റെ സഹോദരിമാര്, ഖാലാത്തുക്കും, ഖാല എന്ന് വെച്ചാൽ മൂത്തുമ്മ, കുഞ്ഞുമാക്ക്, അതായത് ഉമ്മാടെ സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഉമ്മാടെ സിസ്റ്റേഴ്സിനെയും നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. ബനാത്തുൽ അഖി നിങ്ങളുടെ സഹോദരന്റെ പുത്രിയെയും, ബനാത്തുൽ ഉഖ്തി നിങ്ങളുടെ സഹോദരിയുടെ പുത്രിയെയും, ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർളാനക്കും നിങ്ങൾക്ക് മുലപ്പാൽ നൽകിയ നിങ്ങളുടെ ഉമ്മമാരെയും, അഖവാത്തുക്കും മിനർ റളഅ മുലകുടി ബന്ധത്തിലുള്ള നിങ്ങളുടെ സഹോദരിമാരെയും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. ഉമ്മഹാത്തു നിസാഇക്കും നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെയും, റബാഇബുക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ വളർത്തുപുത്രിമാരെയും. ഇനി അവരെങ്ങനെയുള്ളതെന്ന് പറയുന്നു. അല്ലാത്തി ഫി ഹുജൂരിക്കും നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരായ, അപ്പൊ നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരായ നിങ്ങളുടെ വളർത്തിപുത്രിമാരെയും, മിൻ നിസാഇക്കും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും, അതായത് നിങ്ങളുടെ ഭാര്യമാരുടെ വേറെ ഭർത്താക്കന്മാരിൽ നിന്നുണ്ടായ കുട്ടികളാണ് ഈ പറയണത്. അല്ലാത്തി ദഖൽത്തും ബിഹിന്ന നിങ്ങൾ അവരിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവരുമായി ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭാര്യമാരുടെ പുത്രിമാരെയും, നിങ്ങളുടെ സംരക്ഷണത്തിൽ നിങ്ങൾ വളർത്തുന്ന ആ ഭാര്യമാരുടെ പുത്രിമാരെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. ഫഇല്ലം തക്കൂനു ഇനി നിങ്ങളായിട്ടില്ല, ദഖൽത്തും ബിഹിന്ന അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, ഫലാ ജുനാഹ അലൈക്കും എന്നാൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. വഹലായിലു അബ്നാഇക്കും നിങ്ങളുടെ പുത്രന്മാരുടെ ഹലാലായ ഭാര്യമാരെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അല്ലദീന മിൻ അസ്ലാബിക്കും അവിടെ അള്ളാഹു എടുത്ത് പറഞ്ഞു ഈ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം, നിങ്ങളുടെ സ്വന്തം മുതുകിൽ നിന്നുണ്ടായ, അതായത് സ്വന്തം മക്കൾ തന്നെ ആയിരിക്കണം. വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈനി നിങ്ങൾ തജ്മഉ ജമാഅന്ന് ചെന്നാണ് ഒരുമിച്ച് കൂട്ടുന്നത്, ഒരുമിച്ച് ബൈനൽ ഉഖ്തൈനി 2 സഹോദരിമാർക്കിടയിൽ നിങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നതും, ഇല്ലാ മാ ഖദ് സലഫ് അത് മുൻപ് കഴിഞ്ഞു പോയതൊഴികെ, ഇതുവരെ ചെയ്തതൊക്കെ പോട്ടെ, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പുരുഷന്റെ അമ്മായിമാരെയോ അല്ലെങ്കിൽ മൂത്തുമ്മമാരെയോ കുഞ്ഞുമ്മമാരെയോ ഒന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണ് അയാളുടെ ഭാര്യയുടെ അമ്മായിമാരും മൂത്തുമ്മമാരും ഒക്കെ ഇയാൾക്കുള്ളത് എന്ന് മനസ്സിലാക്കണം. പിന്നെ സ്വന്തം പുത്രിമാരെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മക്കളുടെ മക്കളും പേരക്കുട്ടികളും, മകന്റെ മക്കളും മകളുടെ മക്കളും ഒന്നും വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നീട് മുലകുടി ബന്ധത്തിലെ കാര്യം പറഞ്ഞു. ഇവിടെ പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞത് 2 പേരാണ്, മുലകുടി ബന്ധത്തിലുള്ള ഉമ്മാനെയും അതിലുള്ള സഹോദരിമാരെയും എന്നാണ് എടുത്തു പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ കൂടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അവിടെ പ്രത്യേകം ഓർക്കണം. നിശ്ചയമായും ജനനം നിഷിദ്ധമാക്കുന്നത് എന്തോ അത് മുലകുടിയും നിഷിദ്ധമാക്കും. അതായത് ജനനം കൊണ്ട് എന്തൊക്കെ നിഷിദ്ധമാണോ അതൊക്കെ മുലകുടി ബന്ധം കൊണ്ടും നിഷിദ്ധമാണെന്ന്. അതായത് ഇപ്പൊ നമുക്കിപ്പോ അമ്മായിമാരെയോ മൂത്തുമ്മമാരെയോ കുഞ്ഞുമ്മമാരെയോ ഒക്കെ വിവാഹം കഴിക്കാൻ പറ്റാത്തതുപോലെ തന്നെ മുലകുടി ബന്ധത്തിൽ
ബന്ധത്തിലുള്ള അതിലുള്ള അമ്മായിമാരെയോ മുത്തുമ്മമാരെയോ ഒന്നും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ഈ മുലകുടി ബന്ധം എന്നുള്ളത് പരസ്യമായിരിക്കണം, ഒരിക്കലും രഹസ്യമാക്കി വെക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് നമുക്കതൊരു നിസ്സാരമായി തോന്നിയേക്കാം ചിലപ്പോൾ അല്ലേ. പണ്ടൊക്കെ ഈ സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ മിക്കവാറും ഒരേ സമയത്തൊക്കെ പ്രസവം കഴിഞ്ഞവരായിരിക്കാം, ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ പാല് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിരിക്കണം, കാരണം വിവാഹബന്ധം നിഷിദ്ധമായവരാണ് അവരെല്ലാവരും അല്ലേ. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇതിൽ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ സഹോദരൻ്റെയും സഹോദരിയുടെയും മക്കൾ തമ്മിൽ കല്യാണം കഴിക്കാറുണ്ട് അല്ലേ. അതായത് മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ മക്കളെയൊക്കെ കല്യാണം കഴിക്കാറുണ്ട്. പക്ഷേ സഹോദരിമാരുടെ മക്കളും കല്യാണം കഴിക്കാം, അവരും മഹറമല്ല. കല്യാണം കഴിച്ചില്ലെങ്കിലും അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് സ്വന്തം സഹോദരൻ്റെ മാതിരി നമുക്ക് ഔറത്ത് മറയ്ക്കാണ്ട് അവരുടെ മുമ്പിൽ പോകാൻ പാടില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇതിൽ ആദ്യം അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഭാര്യനെ വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു ഭാര്യയെ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾ ആ ഭാര്യയ്ക്ക് എന്ത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും, ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളത് തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വിവാഹമോചനത്തിനെ കുറിച്ച് 3 തരത്തിലാണ് വിവാഹമോചനം ഉള്ളത്. ഒന്ന് ത്വലാഖാണ്. ത്വലാഖ് എന്ന് വെച്ചാൽ പുരുഷൻ എന്തെങ്കിലും സമ്മാനമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒഴിവാക്കി വിടലാണ് ത്വലാഖ്. ഹുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നുള്ളത് ഹുൽ ആണ്. ഹുൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് റിക്വസ്റ്റ് ചെയ്യാൻ കണ്ടു ഭർത്താവിനോട്, എനിക്ക് നിങ്ങളോട് ഒരുമിച്ച് പോകാൻ പറ്റില്ല, എനിക്ക് വിവാഹമോചനം വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ ഭർത്താവ് തന്ന മഹറൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ധനം നൽകിക്കൊണ്ട് ഈ ഭാര്യയ്ക്ക് വിവാഹമോചനം തേടി പോവാം. ഇനി അല്ലെങ്കിൽ പിന്നുള്ളത് ഫസ്ഖ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഭർത്താവ് ഭാര്യനെ നോക്കണില്ല, യാതൊന്നും ചെലവിന് കൊടുക്കണില്ല, അയാൾ ഒരു പരിഗണനയും നൽകണില്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് കോടതിയിൽ പോവാം. ഭർത്താവ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വിവാഹമോചനം അവിടെ നിന്ന് നേടാൻ പറ്റും. അങ്ങനെ 3 തരത്തിലുള്ള ത്വലാഖാണുള്ളത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അവരിൽ നിന്നും ഇങ്ങോട്ട് നിങ്ങൾ കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല എന്നാണ് പറയണത്. പിന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണിത് വാങ്ങിക്കുക? നിങ്ങൾ വളരെ ബലിഷ്ഠമായൊരു കരാറ് നടത്തിക്കൊണ്ടാണ് ഈ ഭാര്യനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്, അത് നിങ്ങൾ ഓർക്കണം. പിന്നെ നിങ്ങൾ ഇതിനു മുമ്പ് വളരെ സ്നേഹത്തോടു കൂടി ഒരുമിച്ച് ചേർന്നവരാണ്. ഇത് രണ്ടുമാണ് അള്ളാഹു കാരണം പറയണത്. ഈ 2 കാരണങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ അവരിൽ നിന്നും എല്ലാം തിരിച്ചു വാങ്ങിക്കുന്നു. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങളത് ചെയ്യാൻ പാടില്ല. അത് വളരെ മോശപ്പെട്ടതും വെറുക്കപ്പെട്ടതും വളരെ ഏറ്റവും ചീത്തയായ ഒരു നീചവൃത്തിയാണത് എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണ് വിവാഹം കഴിക്കാൻ ഹറാമായിട്ടുള്ളത്? നിങ്ങളുടെ ഉമ്മമാര്, മക്കള്, സഹോദരിമാര്, സഹോദരൻ്റെ പുത്രിമാര്, സഹോദരിയുടെ പുത്രിമാര്, അമ്മായിമാര്, മൂത്തുമ്മമാര്, അതായത് വാപ്പാൻ്റെ സിസ്റ്റേഴ്സും ഉമ്മാൻ്റെ സിസ്റ്റേഴ്സും, പിന്നെ നിങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മമാരും അവരിൽ ഉള്ള സഹോദരിമാരും, പിന്നെ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാര്, പിന്നെ നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള നിങ്ങളുടെ പോറ്റുപുത്രിമാർ, അതായത് നിങ്ങളുടെ ഭാര്യമാരുടെ മുൻവിവാഹത്തിലുള്ള മക്കൾ. അവിടെ ഒരു കണ്ടീഷൻ അള്ളാഹു പറഞ്ഞു, ഈ ഭാര്യയുമായി നിങ്ങൾ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ നിങ്ങൾക്ക് ഹറാമാണ്. ഇനിയില്ല, നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ വിവാഹം കഴിക്കാം. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ആൺമക്കളുടെ ഭാര്യമാരെ, ഹലാലായ ഭാര്യമാരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ 2 സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നതും പാടില്ല എന്ന് പറഞ്ഞു. ഇത്രയൊക്കെയാണ് അള്ളാഹു പറഞ്ഞത്. അവിടെ അള്ളാഹു പറഞ്ഞു എന്താണ്, ഇതിനു മുമ്പ് കഴിഞ്ഞു പോയത് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു, ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.